പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കാളിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഇന്നലെയാണ് അട്ടപ്പാടിയിലെ സ്വർണ്ണഗദ്ദയിലേക്ക് വിറക് ശേഖരിക്കാൻ പോയ കാളിയെ കാട്ടാന ആക്രമിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേരുന്നത് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ വിപിൻ സി വിജയൻ ഒരു കാട്ടാന പരിക്കേറ്റിരിക്കുന്നു, അതിനെ പെട്ടെന്ന് തന്നെ കാട് കയറ്റണം എന്ന് പറഞ്ഞിട്ട് അത് നടക്കുന്നില്ല. അതിന്റെ ഈ ആശങ്ക എല്ലായിടത്തുമുണ്ട്. ഈ ആശങ്കകൾക്കിടയിലാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളുണ്ട്. മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതുണ്ടോ? ഇന്ന് വിവരങ്ങൾ പറയും. സ്വർണ്ണഗദ്ദ അത് കാടിന് ഉൾവശമാണ്, അതായത് ഏതാണ്ട് ഉൾക്കാട്, ജനവാസ മേഖലയോട് ചേർന്ന ഉൾക്കാടാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജില്ലാ ആശുപത്രിയിലാണ്. ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കുക. ഒരു ബന്ധുക്കളെല്ലാം തന്നെ, കാളിയുടെ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്വർണ്ണഗദ്ദ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനവാസ മേഖലയോട് ചേർന്ന ഒരു ഉൾവനം തന്നെയാണ്. ആ മേഖലയിലേക്ക് വിറക് ശേഖരിക്കാനായാണ് കാളി ഇന്നലെ രാവിലെയോടുകൂടി പോകുന്നത്. ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി അന്വേഷിച്ചെത്തിയിട്ടും അദ്ദേഹത്തെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഏറ്റവും ഒടുവിൽ അവിടെ പരിക്കേറ്റ് വീണ് കിടക്കുന്നത് കണ്ട്. നമ്മോടൊപ്പം കാളിയുടെ മകൻ മണികണ്ഠൻ ചേരുന്നുണ്ട്. എന്തായിരുന്നു മണികണ്ഠ സംഭവിച്ചത്? അച്ഛന് വിറകിന് വേണ്ടി പോയതാണ്. വിറകിന് വേണ്ടി പോയിട്ട് വിറക് മുറിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു കുളം മാത്രമായിരുന്നു പോയിരുന്നത്? അല്ല, രണ്ടാളും ഉണ്ടായിരുന്നു. എൻ്റെ അളിയകാരനും ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. പോയിട്ട് വിറക് മുറിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു കുളമുണ്ട്. ആ കുളം നോക്കിയിട്ട് വെള്ളം എന്തെങ്കിലും എടുത്തിട്ട് പോകാൻ പോയതാണ്. അതിൻ്റെ ഇടയിൽ ആന വന്നു, പിറകിലൂടെ വന്നു. അപ്പോൾ വരുമ്പോൾ അളിയകാരൻ ഓടി രക്ഷപ്പെട്ടു. അച്ഛന് കുടുങ്ങുകയാണ് ചെയ്തത്. ഇങ്ങോട്ട് എത്തിക്കാൻ കുറച്ച് സമയം പിടിച്ചു അല്ലേ? സമയം പിടിച്ചു. ഒരു വനം കെട്ടിവലിച്ചൊക്കെയാണ് കൊണ്ടുവരുന്നത്. കെട്ടിവലിച്ചൊക്കെയാണ് കൊണ്ടുവന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു. ജില്ലാ ആശുപത്രിയിൽ എത്തുമ്പോൾ ജില്ലാ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഒരു 9 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വനംവകുപ്പ് ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ ഇന്നലെ തന്നെ നടത്തിയിരുന്നു. ഉൾക്കാടാണ്, പക്ഷേ അതൊന്നും അവർ നോക്കുന്നില്ല. 5 ലക്ഷം രൂപ അടിയന്തരമായ ധനസഹായം മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഒരു 5 ലക്ഷം, അത് കേന്ദ്ര ഫണ്ടാണ്. അതൊരു 3 മാസത്തിനകം തന്നെ ലഭ്യമാക്കാൻ, കാളിയുടെ കുടുംബത്തിന് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പരാതികൾ ഒന്നും തന്നെ നിലവിൽ സാഹചര്യത്തിലില്ല. എന്തായാലും ആളുകൾക്ക് ആശങ്കയുണ്ട്. ഈ കാട്ടാനകൾ ഇങ്ങനെ ജനവാസ മേഖലയിലുള്ള അടുത്ത പ്രദേശത്ത് അട്ടപ്പാടിയിൽ തുടരുന്നതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. കാട് കയറ്റണം, അതിന് അടിയന്തരമായി എന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉയർത്തുന്നത്. ക്രിസ്റ്റീന, വനത്തിനകത്താണ് ഇത് സംഭവിച്ചത്. അതെ.